പറയും, അപ്പോൾ നിങ്ങളാരാ? നിങ്ങൾ സയനിസ്റ്റാണ്, നിങ്ങൾ ജൂതന്മാരുടെ കൂടെയാണ്, നിങ്ങൾ ഇസ്രായേലിൻ്റെ കൂടെയാണ്. ഇപ്പോൾ ചോദിക്കും ഇറാനെ പിന്തുണക്കുന്നില്ല, എന്നാൽ പിന്നെ നമുക്ക് അമേരിക്കനെ പിന്തുണക്കാൻ പറ്റുമോ, ഇസ്രായേലിനെ പിന്തുണക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പരിഹസിച്ച് തിരിച്ചു ചോദിക്കും. കൂട്ടരെ, നിങ്ങളുണ്ടാക്കിയതാണ് ഈ ദ്വന്ദ്ം, ഈ രണ്ടെണ്ണം. ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചേ പറ്റൂ എന്നുള്ളത്. ഒന്നുകിൽ നിങ്ങൾ റാഫിദുകളെ പിന്തുണക്കുക, അല്ലെങ്കിൽ നിങ്ങൾ യഹൂദിയുടെ ആളാണ്. ഇത് നിങ്ങളുണ്ടാക്കിയ തത്വമാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഒരു കൂട്ടരെ കൂടെ നിന്നേ പറ്റൂ എന്നാര് പറഞ്ഞു? എനിക്ക് റാഫിദുകളുടെ കൂടെ നിൽക്കാൻ സൗകര്യമില്ല, എന്നെ അതിന് കിട്ടുകയില്ല. എൻ്റെ ഉമ്മയെ ആയിഷ റളിയല്ലാഹു അൻഹ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹബീബത്തിനെ വ്യഭിചാരം ആരോപിക്കുന്നവൻ്റെ കൂടെ ഞാൻ നിന്നില്ലെങ്കിൽ നീ എന്നെ ജൂതനാക്കൂ, ഞാൻ ഇസ്രായേലിയാണെന്ന് നീ പറയൂ, എനിക്ക് സൗകര്യമില്ല നിൽക്കാൻ. അബൂബക്കർ സിദ്ദീഖ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരുലോകത്തെയും സാഹിബ്, ആ സാഹിബിനെതിരെ ലാനത്ത് ചൊല്ലുന്ന, അബൂബക്കർ സിദ്ദീഖിൻ്റെ പേരിൽ ലാനത്ത് ചൊല്ലുന്ന, ശാപം, അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന പിശാചുക്കളെ ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ നീ എന്നെ സയനിസ്റ്റ് ആക്കുമോ? കയ്യിൽ വെച്ചാൽ മതി. ഉമർ ഇബ്നുൽ ഖത്താബ് അമീറുൽ മുഅ്മിനീൻ ഈ മജൂസികളുടെ സാമ്രാജ്യം തകർച്ച, റോമക്കാരുടെ സാമ്രാജ്യം തകർച്ച, മുസ്ലിമീങ്ങളുടെ കീഴിൽ അത് രണ്ടും കൊണ്ടുവന്ന ഉമർ ഇബ്നുൽ ഖത്താബിനെ ചീത്ത വിളിക്കുന്നവരെ ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ, അവനെ ഞാൻ ഷഹീദെന്ന് വിളിച്ചില്ലെങ്കിൽ നീ എന്നെ സയനിസ്റ്റ് ആക്കുമോ? എനിക്ക് സൗകര്യമില്ല. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ശരിക്കും നമ്മൾ പഠിക്കുക. നമുക്കറിയാം, നമ്മളിത് പറഞ്ഞാൽ